ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പൊന്നും കാലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വീണ്ടും ബോൾസത്തിൻ്റെ സെയിൽ വഴിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു 100 പേർക്കുള്ള സ്റ്റോക്ക് ഉണ്ടായിരുന്ന തീർന്നു. എല്ലാവരോടും ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പം അടുത്ത് നമ്മൾ ഒരു 50 പേർക്കുള്ള ഓർഡറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെയാണ്, തൈകളാണ് കേട്ടോ തരുന്നത്. അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. നമ്മൾ ട്രെയിൽ ജൈവരീതി പിടിപ്പിച്ച 6 വെറൈറ്റി കളേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങി വെച്ചോളൂ കേട്ടോ. നിങ്ങളുടെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. ഇതാണ് കളേഴ്സ്. അപ്പോൾ കണ്ട അതിൻ്റെ ലീഫൊക്കെ നോക്കിയേ, ആ പൂക്കളെക്കാട്ടിൽ എന്ത് മനോഹരമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 6 കളർ നമ്മുടെ വരുന്നുണ്ട്. വെരിഗേറ്റഡ് വൈറ്റ്, പിങ്ക്, അതുപോലെ ഇപ്പോൾ ഫസ്റ്റ് കാണിച്ച പ്ലാന്റ്, അതുപോലെ പീച്ച് കളറ്, നല്ല റെഡ്, ഡാർക്ക് മെറൂൺ പോലത്തെ വരുന്ന റെഡ് കളർ വരുന്നുണ്ട്. പിന്നെ ഓറഞ്ച് വെറൈറ്റി വരുന്നുണ്ട്. എല്ലാം അടിപൊളി വെറൈറ്റീസ് കളറാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള കളറാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് വഴിയാണ് അയക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കൈ കിട്ടും. അത് നമ്മൾ ജൈവ രീതിയിലാണ് പിടിപ്പിച്ച് കൊടുക്കുന്നത് ട്രെയിൽ. അപ്പോൾ ആ മണ്ണോട് കൂടിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളത് വെള്ളം സ്പ്രേ ചെയ്തിട്ട് നല്ല കൂടുതൽ മണലാട് ചെയ്യുക. സാദാ മണ്ണ് അതുപോലെ അങ്ങനെ തൽക്കാലം അങ്ങനെ കുഴിച്ച് വെക്കും കേട്ടോ. എന്നിട്ട് ഡെയിലി വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. വെക്കുമ്പോൾ നല്ലതായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. അതിന് ശേഷം ഷേഡി വെക്കുക. ഒത്തിരി വെള്ളം വീഴുന്ന സ്ഥലത്ത് വെക്കരുത്. ഒരാഴ്ച 2 ആഴ്ച നല്ലതായിട്ട് കെയർ ചെയ്തിരിക്കണം നിങ്ങൾ. അതുകൊണ്ട് ഈ വൈറ്റൊക്കെ നോക്കി എന്നാ ഭംഗിയാണ്, നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഒരു മൂട് വെച്ച് കൊടുത്താൽ ഇതുപോലെ ബുഷായിട്ട് വരും. ജൈവരീതി ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ രാസവളം ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ. DAP ആണ് ഇതിൻ്റെ മെയിനായിട്ട് ഈ പൂക്കളുടെ രഹസ്യം കേട്ടോ. DAP ഇട്ട് കൊടുത്താൽ മതി. അത് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കേട്ടോ. ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1-2 തരികൾ ഇതിൻ്റെ സൈഡിൽ കൂടെ മണ്ണ് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഇച്ചിരി വലുപ്പമായതിന് ശേഷം. അപ്പോൾ ഹെൽത്തി ആയിട്ട് നല്ല ബുഷായിട്ട് വളർന്നോളും. പിന്നെ ചാണകവെള്ളമൊക്കെ, ചാണകവെള്ളമില്ല, കലക്കി പച്ച ചാണകവെള്ളം കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളി ഇരട്ടി വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. നല്ല ബുഷായിട്ട് വന്ന് പൂക്കൾ നിറഞ്ഞു വരാൻ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റ് എല്ലാം ഒന്നിച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനൊക്കെ കൂളിങ്ങാണ് കൂടുതലും ഇഷ്ടം. നല്ല വെയിലും വേണം. അപ്പം ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്യുക. അത് കഴിഞ്ഞ് നല്ല ശിഖരങ്ങളൊക്കെ പൊട്ടി വന്ന് ഓക്കെ ആയി വന്നോളും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട്. ഓക്കെ.